അമേരിക്കയുടെ പ്രതിരോധ കോട്ടയിലെ ഏറ്റവും തിളക്കമുള്ള ആയുധമായ താഡ് ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുകയാണ്. ശത്രുക്കളുടെ ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന പാളികളിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ സംവിധാനം. ഇസ്രയേലിനും ജോർദാനും പുറമെ UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിലവിൽ താഡ് സംവിധാനം ഉണ്ടെങ്കിലും ഇറാൻ യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനാണ് വാഷിംഗ്ടണിന്റെ ഈ നീക്കം. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ-മ്യൂങ് ഇതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയെങ്കിലും അമേരിക്കയുടെ തീരുമാനത്തിന് മുന്നിൽ തങ്ങൾക്ക് പരിമിതികളുണ്ടെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു റിസ്ക് എടുക്കാൻ അമേരിക്ക നിർബന്ധിതമായത്? ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ന്യൂയോർക്ക് ടൈംസിന്റെ കണക്കുകൾ പ്രകാരം ഇറാൻ ഇതുവരെ 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് മിഡിൽ ഈസ്റ്റിൽ പ്രയോഗിച്ചത്. ഈ ആക്രമണങ്ങൾക്കിടയിൽ ജോർദാനിൽ വിന്യസിച്ചിരുന്ന ഒരു താഡ് യൂണിറ്റിന്റെ ഏകദേശം $300 മില്യൺ വിലമതിക്കുന്ന റഡാർ ഇറാൻ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഈ വലിയ വിടവ് നികത്താനും ഇസ്രയേലിലെയും മിഡിൽ ഈസ്റ്റിലെയും അമേരിക്കൻ താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള സംവിധാനം അടിയന്തരമായി എത്തിക്കുന്നത്. ഒരു താഡ് ബാറ്ററിയുടെ ഏകദേശം 8,400 കോടി രൂപ അഥവാ $100 കോടി വരുന്ന ഭീമമായ ചെലവ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അമേരിക്കയുടെ സൈനിക കരുത്തിനെ തളർത്തുമോ എന്ന ചോദ്യം ഇപ്പോൾ ആഗോള തലത്തിൽ ഉയരുന്നുണ്ട്. വടക്കൻ കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ദക്ഷിണ കൊറിയയിൽ നിന്ന് പ്രതിരോധ സംവിധാനം മാറ്റുന്നത് അപകടകരമായ നീക്കമാണെന്ന് പല വിദഗ്ധരും മുന്നറിയിപ്പും നൽകുന്നുണ്ട്. 2017 ദക്ഷിണ കൊറിയയിൽ താഡ് വിന്യസിച്ചപ്പോൾ ചൈന കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു. താഡിന്റെ റഡാറുകൾക്ക് ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങൾ വരെ നിരീക്ഷിക്കാൻ കഴിയുമെന്ന ഭയമായിരുന്നു അവർക്ക്. ഇപ്പോൾ ഈ സംവിധാനം മാറ്റുമ്പോഴും ചൈന തങ്ങളുടെ പഴയ എതിർപ്പിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹിറ്റ് ടു കിൽ സാങ്കേതിക വിദ്യയാണ്. സ്ഫോടക വസ്തുക്കൾ ഇല്ലാതെ തന്നെ അതിവേഗത്തിൽ പോയി ശത്രു മിസൈലിനെ ഇടിച്ചു തകർക്കുന്ന ഈ സംവിധാനം ലോകത്ത് അമേരിക്കയ്ക്ക് മാത്രമുള്ള കരുത്താണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചു വരുന്ന മിസൈൽ ഭീഷണി നേരിടാൻ നിലവിലുള്ള സംവിധാനങ്ങൾ തികയാതെ വരുന്നത് അമേരിക്കയുടെ പ്രതിരോധ ശേഷി നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ലോക്ഹീഡ് മാർട്ടിൻ കമ്പനി നിർമ്മിക്കുന്ന ഈ അത്യാധുനിക സംവിധാനം മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭൂമിയിൽ ഇനി എങ്ങനെ പ്രവർത്തിക്കുമെന്നും അത് അമേരിക്കയുടെ ലോകക്രമത്തിന് എത്രത്തോളം ഗുണകരമാകുമെന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അമേരിക്കയുടെ ഈ നീക്കം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിമരുന്നിടുമോ? അല്ലെങ്കിൽ ദക്ഷിണ കൊറിയ തനിച്ചാക്കി മിഡിൽ ഈസ്റ്റിനെ സംരക്ഷിക്കുന്നത് ശരിയായ തീരുമാനമാണോ?